വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിസരത്ത് നിന്നും വിവരങ്ങളുമായി. വിപിൻ, പുതിയ വിവരങ്ങൾ എന്തൊക്കെ? ജി.കെ. ഇപ്പോൾ അഭിഭാഷകരെത്തിയിരിക്കുന്നു, ഈ പ്രതികൾ എത്തിയിരിക്കുന്നു, ജഡ്ജ് എത്തിയിരിക്കുന്നു. ഇനി മണിക്കൂറുകൾ ഒന്നുമില്ല. ഏകദേശം ഒരു 20 മിനിറ്റിന്റെ മാത്രം ദൈർഘ്യം. കേരളമെന്നല്ല, ഇന്ത്യ തന്നെ നടുങ്ങിയ കേസിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിധി എന്ത് എന്നുള്ളത് ആ ഒരു കാത്തിരിപ്പിന് അതിന് വിരാമമായിരിക്കുന്നു. ഏകദേശം 2017 മുതൽ 2025 വരെ ഇത്രയേറെ സംഭവ ബഹുലമായ നാടകീയമായിട്ടുള്ള മറ്റൊരു കേസ് ഉണ്ടാവില്ല. കേരളത്തിൽ തന്നെ ഇത്രയേറെ ചർച്ച ചെയ്ത ചലനങ്ങൾ ഉണ്ടാക്കിയ മറ്റൊരു കേസ് ഉണ്ടാവുകയില്ല. ഒരു സിനിമാ വ്യവസായത്തെ തന്നെ രണ്ടാക്കി മാറ്റിയ അതിന്റെ കാലഘട്ടം തന്നെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന് മുൻപും ശേഷവും എന്ന് മാറ്റി നിർത്തപ്പെട്ട 2 കേസുകൾ ഇങ്ങനൊരു കേസ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. കർശന നിയന്ത്രണങ്ങളോട് കൂടി തന്നെയാണ് ഇന്ന് ഈ ഒരു കോടതിയുടെ ഈ ഒരു മേഖല മുഴുവനായിട്ടുള്ളത്. പോലീസിന്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലായി അടുത്തേക്ക് മാധ്യമങ്ങൾക്കടക്കം പോകുന്നതിന് വലിയ ഒരു വിലക്കും ഈ ഒരു ഘട്ടത്തിൽ ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഈ ഒരു കേസിൽ ഇത് ഒരു സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ ഒരു നടി ആക്രമിക്കപ്പെടുന്നു, അതൊരു സംഘം അതിൽ ഒരു ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു ചലനം ഉണ്ടാക്കിയത് ഈ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ചില ഉയർപ്പുകളാണ്. അവരുടെ തന്നെ ഒരു പ്രതിഷേധ സ്വരങ്ങളാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായിട്ട് പിന്നീട് മാറുകയും അത് സിനിമയിലെ തന്നെ നമ്മൾ ഈ താരങ്ങളെന്നൊക്കെ പറയുന്നവരുടെ മൗനം, അവരെടുക്കുന്ന നിലപാടുകൾ, അതിനെതിരെ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരുന്നു. അവർക്ക് അതിലൊരു നീതി വേണം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നു. അങ്ങനെ സ്ത്രീകൾ ഈ ഒരു സിനിമാ മേഖലയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതിന്റെ തിക്ത അനുഭവങ്ങൾ അതെല്ലാം തന്നെ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രിക്ക് തന്നെ ഒരു കൂട്ടം കത്ത് കൊടുക്കുന്നത്. ആ കത്തിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി വരുന്നതും ആ ഹേമ കമ്മിറ്റിയെ തുടർന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള ചലനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ആ കമ്മിറ്റിയിൽ പരാതി കൊടുക്കാത്ത ആളുകൾ തന്നെ പിന്നീട് തങ്ങൾ ലൈംഗികാതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് ഓരോ നടന്മാരെയും ചലച്ചിത്ര പ്രവർത്തകരെയും പ്രമുഖരായിട്ടുള്ളവർക്കെതിരെ പരാതി വരുന്നു. അതിൽ കുറ്റപത്രം പോലീസ് കാണുന്നു. പിന്നീട് ആ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നറിയിച്ചുകൊണ്ട് അവർ അതിൽ നിന്ന് പിൻവാങ്ങുന്നു. അങ്ങനെയാണ് ആ കേസുകളൊക്കെ തന്നെ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ നിലവിലൊരു സാഹചര്യം. പക്ഷേ അതിനൊക്കെ തുടക്കമുണ്ടാക്കിയത് ഈ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസാണ് എന്നുള്ളത് അത് ചരിത്രത്തിൻ്റെ കൂടി ഒരു കാര്യമാണ്. കാരണം അന്നത്തെ ആ ഒരു ദിവസം അതിൽ ലാലിൻ്റെ ഒരു പങ്ക് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പി ടി തോമസ്, ആൻഡോ ജോസഫ് തുടങ്ങിയവരുടെ പങ്ക് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം ഇങ്ങനൊരു അക്രമം ഉണ്ടാകുന്നു. ആ അക്രമം ഉണ്ടായതിനു ശേഷം ആദ്യം ലാലിൻ്റെ വീട്ടിലേക്ക് ഈ ആക്രമിക്കപ്പെട്ട നടി കയറി ചെല്ലുകയാണ്. അങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് ഉടൻ തന്നെ മകൻ്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. അവർക്കൊപ്പം ഈ നടിയെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നടൻ ലാൽ പറയുകയാണ്. അങ്ങനെ ലാൽ പറഞ്ഞതിന് ശേഷം ആദ്യം ആൻഡോ ജോസഫിനെ വിളിക്കുന്നു. ആൻഡോ ജോസഫ് അപ്പോൾ തന്നെ അതിൽ ഇടപെടുകയും പിന്നീട് പി ടി തോമസിനെ ഈ വിവരം ആൻഡോ ജോസഫ് അറിയിക്കുകയുമാണ്. അപ്പോൾ പി ടി തോമസ് ഉടൻ തന്നെ ലാലിൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയും അങ്ങനെ ആ വീട്ടിലേക്ക് എത്തുകയും ഇതിൻ്റെ ഒരു ഗൗരവം കണക്കിലെടുക്കുകയാണ് ഉണ്ടായത്. ലാൽ അതിൽ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു എന്നൊക്കെയുള്ള പലതരത്തിലുള്ള മൊഴികളൊക്കെ പിന്നീട് ഉണ്ടായിരുന്നു. അതൊക്കെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. പക്ഷേ അന്വേഷണ സംഘത്തിന് നടൻ ലാൽ നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം ആൻഡോ ജോസഫ് കൂടി പങ്കെടുത്ത ഒരു പരിപാടിയിൽ അന്നത്തെ DGP ആയിട്ടുള്ള ലോക്നാഥ് ബെഹ്റ പങ്കെടുത്തിരുന്നു. അങ്ങനെ താൻ ബെഹ്റയുടെ നമ്പർ വാങ്ങിയിരുന്നു. ആ നമ്പറിൽ താൻ വിളിക്കുകയും ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് നടൻ ലാൽ തന്നെയാണ് DGPയെ വിളിച്ചറിയിച്ചത്. ഒട്ടും പരിഭ്രമിക്കേണ്ടതില്ല, ഇപ്പോൾ നിങ്ങൾ ആ നടിക്ക്, ആക്രമിക്കപ്പെട്ട നടിക്ക് ഊർജ്ജം നൽകുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ചെയ്യൂ, ഉടൻ തന്നെ അവിടെ ഒഫീഷ്യൽസ് എത്തിച്ചേരുമെന്ന് പറയുകയും ഉന്നത ഉദ്യോഗസ്ഥർ പി വിജയൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പിന്നീട് ലാലിന്റെ വീട്ടിലേക്ക് വരികയും ഇപ്പോൾ ഈ ആക്രമിക്കപ്പെട്ട ഈ നടി എന്നുള്ള ഈ ഒരു കേസ്, ആ കേസിന്റെ അതിന്റെ വലിയ ഡൈമെൻഷനുകളിലേക്ക് അത് പോയി എന്നുള്ളതുമാണ്. അതിന്റെ വിധി കാത്താണ് ഇന്നിപ്പോൾ ഈ കേരളം ഇരിക്കുന്നത്. ഇനി 15 മിനിറ്റുകൾ മാത്രമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിസരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.